ദേ വരുന്നു അവൻ രാമഭദ്രൻ. ഞങ്ങളിപ്പോൾ എത്തി നിൽക്കുന്നത് ഗ്ലൻഫിനൻ വയാഡക്റ്റ്, ഹാരി പോട്ടറിൻ്റെ മൂവിയിലൊക്കെ കാണിക്കുന്ന ആ സ്റ്റീം ട്രെയിൻ കടന്നു പോകുന്ന ആ ട്രെയിൻ റെയിൽ ക്രോസിൻ്റെ അവിടെയാണ്. ഒത്തിരി പേര് ഇവിടെ വന്ന് നിൽപ്പുന്നുണ്ട്. ഇവിടുത്തെ പല കുന്നുകളിലായിട്ട് ഈ ട്രെയിൻ പോകുന്നത് കാണാൻ വേണ്ടി എല്ലാവരും പൊസിഷൻ ചെയ്ത് നിൽക്കുകയാണ്. ഇപ്പോൾ ഏകദേശം ഈവനിങ് 5:40 ആയി. 5:55 ട്രെയിൻ വരുന്നത്. അപ്പോൾ ഏത് ഡയറക്ഷനിൽ നിന്ന് വരുന്നത് ഞങ്ങൾക്ക് കറക്റ്റ് അറിയത്തില്ല. പക്ഷേ ഏത് ഡയറക്ഷനിൽ നിന്നാണെങ്കിൽ പോലും ഇവിടെ നിന്നാൽ കാണാൻ പറ്റുമെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ട്രെയിൻ വരുന്നത് വരെ വെയിറ്റ് ചെയ്ത് കാണാം. അങ്ങനെ ഞങ്ങൾ ഫോർട്ട് വില്യമിലെ ഗ്ലൻഫിനൻ വയാഡക്റ്റ് കാണാനായിട്ട് ആ ഒരു പോയിന്റിലെത്തി. പാർക്കിംഗ് ഏരിയയിൽ നിന്ന് കുറച്ച് ദൂരം മുകളിലേക്ക് കയറി പോകാനുണ്ട്. ഒത്തിരി ആൾക്കാർ അങ്ങോട്ട് നടന്നു പോകുന്നത് കണ്ടു. പക്ഷെ അത് ഏത് ഡയറക്ഷനാണെന്നൊന്നും ഞങ്ങൾക്ക് ഒരു പിടിയും കിട്ടുന്നില്ലായിരുന്നു. ദൂരേന്ന് നമുക്ക് ഇങ്ങനെ പാലങ്ങളിൽ തീർത്തിരിക്കുന്ന ഒരു റെയിൽപാളം പോലെ ഒരു നീണ്ട പാലം കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പം ഒരു ഡയറക്ഷൻ എല്ലാവരും കയറി പോകുന്നത് കണ്ട് ഞങ്ങളും അങ്ങ് പോയി. ഹാരി പോട്ടർ മൂവിയിലെ സ്റ്റീം ട്രെയിൻ ആണ്. ആക്ച്വലി ഞാനിതൊന്നും കണ്ടിട്ടില്ല, ഹാരി പോട്ടർ മൂവിയൊന്നും. പക്ഷെ എല്ലാവരും ഒത്തിരി പറഞ്ഞു കേട്ടിട്ടുണ്ട്. ആ ഒരു എന്തൂസിയാസത്തിലാണ് ഞാനിത് കാണാനായിട്ട് പോയത്. ഏറ്റവും മുകളിൽ എത്തിയപ്പോഴാണ് എല്ലാവരുടെ എക്സൈറ്റ്മെന്റിന്റെ കാര്യം ഞങ്ങൾക്ക് മനസ്സിലായത്. എന്നാ ഒരു ബ്യൂട്ടിഫുൾ വ്യൂ ആണെന്നറിയാവോ. സൂക്ഷിച്ചു നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും ഓരോ കുന്നുകളിലും എത്ര ആൾക്കാരാണ് ഇത് കാണാനായിട്ട് നേരത്തെ തന്നെ അവരവരുടെ സ്ഥാനം ഉറപ്പിച്ച് നിൽക്കുന്നത്. എത്രയോ നേരത്തെ വന്ന് നിൽക്കുന്നവരാണെന്നറിയാമോ അതെല്ലാവരും. ഏത് സൈഡിൽ നിന്നാ വരുന്നത് നമുക്ക് ബെറ്റ് വെച്ചാലോ? ഏത് സൈഡിലുള്ള നീ പറഞ്ഞോ? ഞാൻ പറയുന്നു, ഞാൻ ഇപ്പൊ നിൽക്കുന്നതിന്റെ ലെഫ്റ്റ് സൈഡിൽ നിന്നായിരിക്കും വരുന്നത്, റൈറ്റ് സൈഡിലോട്ടായിരിക്കും പോകുന്നത്. നീ ഏത് സൈഡ് പറഞ്ഞാലും അതിന് ഓപ്പോസിറ്റ് ആയിരിക്കും. നീ ഏത് സൈഡ് പറഞ്ഞാലും അതിന് ഓപ്പോസിറ്റ് ആയിരിക്കും ട്രെയിൻ വരുന്നത്. അതെനിക്കറിയാം. ഓക്കെ, 100 കൊണ്ട് കാണാം. ഞാൻ പറയുന്നു നമ്മൾ നിൽക്കുന്ന സൈഡിൽ നിന്ന് ആ ആൾക്കാർ നിൽക്കുന്ന സൈഡിലേക്കായിരിക്കും ട്രെയിൻ പോകുന്നതെന്ന് കേട്ടോ. ഓക്കെ, വെറ്റ് വെക്കാം, നമുക്ക് കാണാവേ. ഗ്ലൻഫിനൻ വയാഡക്റ്റ് ലോകപ്രശസ്തമായതിന് ഏറ്റവും വലിയ കാരണങ്ങളിലൊന്ന് ഹാരി പോട്ടർ മൂവീസ് തന്നെയാണ്. അതുകൊണ്ടാണ് പല സഞ്ചാരികളും ഇതിനെ ഹാരി പോട്ടർ ബ്രിഡ്ജ് എന്നും വിളിക്കുന്നത്. ദേ വരുന്നു അവൻ രാമഭദ്രൻ. No more coin.
അതെ, നമ്മുടെ നാട്ടിൽ പല ആചാരങ്ങളും പണ്ടുള്ള കാരണവന്മാര് ചെയ്യുമായിരുന്നല്ലോ. അതുപോലെ ഇവരുടെ ഒരു ആചാരമായിരുന്നു, ഇങ്ങനെ കോയിൻ അടിച്ചിട്ടുണ്ട്, ഒരാഗ്രഹം നമ്മൾ മനസ്സിൽ ഉദ്ദേശിച്ചുകൊണ്ട് കോയിൻ അടിച്ചാൽ അത് നടക്കുമെന്ന്, അല്ലെങ്കിൽ അസുഖങ്ങൾ മാറുമെന്ന്, ഇതിനൊക്കെ വേണ്ടിയിട്ടായിരുന്നു അവർ ഈ കോയിൻ ഈ മരത്തേൽ അടിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ഗ്ലെൻഫിനൻ വയഡക്റ്റ് കണ്ടിറങ്ങിയതിന് ശേഷം ഞങ്ങൾ ഈ നെവീസ് റേഞ്ചിൽ തന്നെയുള്ള സ്റ്റീൽ ഫോൾ വാട്ടർഫോൾസ് കാണാനായിട്ട് പോയി. അത് കുറച്ച് ഏകദേശം 20 to 25 മിനിറ്റ്സ് ജേർണി ഉണ്ടായിരുന്നു. അവിടെ നിന്ന് മലയിടുക്കുകളിൽ നിന്ന് വെള്ളം വരുന്ന ഒരു വെള്ളച്ചാട്ടമായിരുന്നു. ഞങ്ങൾ വണ്ടി കൊണ്ടുപോയി പാർക്ക് ചെയ്ത് അവിടെ തന്നെ അടുത്ത് കാണാൻ പറ്റുമെന്ന് ഓർത്തുകൊണ്ടാണ് പോയത്. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴും അറിഞ്ഞ അവിടെ നിന്ന് ഇനിയും ഒരു 1.5 മണിക്കൂർ നടന്നാലേ എക്സാക്ട്ലി ആ ഒരു സ്റ്റീൽ വാട്ടർഫോൾസ് കാണാൻ പറ്റത്തുള്ളൂ. പക്ഷേ ഈ പോകുന്ന വഴികളിലൂടെ ഉടനീളം നമുക്ക് ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങൾ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. മാത്രമല്ല കാർ പാർക്കിംഗ് ഏരിയയിൽ നിന്ന് നമുക്ക് നല്ലൊരു ബ്യൂട്ടിഫുൾ വ്യൂ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ജസ്റ്റ് എല്ലാവരും ടയേർഡൊക്കെ ആയിരുന്നുകൊണ്ട് അവിടെ ഒന്ന് ഇറങ്ങി ആ ചെറിയ വെള്ളച്ചാട്ടങ്ങളൊക്കെ കണ്ടിട്ട് ഇങ്ങനെ തിരിച്ചു പോന്നു. വീട്ടിലേക്കുള്ള തിരിച്ചുള്ള യാത്രയിൽ ഞങ്ങൾ വഴി സൈഡിൽ കുറച്ച് മാനുകൾ നിൽക്കുന്നത് കണ്ടു. അങ്ങനെ ഏകദേശം വൈകുന്നേരം ഒരു 6 മണിയൊക്കെ ആയപ്പോഴേക്കുമാണ് ഞങ്ങൾ വീട്ടിലെത്തിയത്. അപ്പം ഞങ്ങൾ ഓൾറെഡി ഞങ്ങളുടെ വീടിനടുത്തുള്ള ആ ബീച്ച് സൈഡിൽ ഒന്ന് പോകണമെന്ന് ഓർത്തുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ കുറച്ച് സമയമുണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങളെല്ലാവരും കൂടെ പെടപെടാ വേഗം ഓടി ബീച്ചിലേക്ക് പോയി. ബീച്ചിലെത്തിക്കഴിഞ്ഞപ്പോൾ ഓൾമോസ്റ്റ് ഇച്ചിരി തണുപ്പായി. ഓൾറെഡി ഇത് ക്ലൈമറ്റ് ഇച്ചിരി മഴയൊക്കെ ഉള്ളതുകൊണ്ട് ഇച്ചിരി തണുപ്പുണ്ടായിരുന്നു. എങ്കിലും കിട്ടിയ സമയം എല്ലാവരും കൂടെ കുറച്ച് സമയം അവിടെ സ്പെൻഡ് ചെയ്തു. നമ്മൾ എയർബിഎൻബി എടുത്ത ഹൗസിൻ്റെ റൂമിൽ നിൽക്കുമ്പോഴുള്ള വ്യൂ ആണ്. അപ്പോൾ നമ്മളത് കാണാൻ വേണ്ടി ഈ ബീച്ചിൻ്റെ സൈഡിലേക്ക് ഇങ്ങോട്ട് പോരുന്ന വഴിയാണിത്. സറാസിന് പുറകിൽ മാറിയിട്ട് ജസ്റ്റ് തലയുടെ മുകളിൽ എയർപ്ലെയിനൊക്കെ പോകുന്ന പോലെ അങ്ങോട്ട് നെടുമ്പാശ്ശേരി പ്ലെയിൻ പോകുന്ന പോലെ.
ചെയ്യാൻ നോക്കി അറിയാൻ മതി നോക്കി. നമ്മൾ താമസിക്കുന്ന വീടിന്റെ താഴെ ഒരു ഗ്രീൻ ഏറ്റവും വെള്ളം പോകുന്നു. Points. 6:30. Look right there. 6:30. Ooh, look. 6:40. 46. 46. Can I get it? 66. 76. ഒന്നുകൂടെ ഒരു മണിയുണ്ട്. 77. 18, sir. 780. No. 780. 880. 880. Oh. 890. അവിടെതന്നെ. Is that the same score? 890. 990. അടുത്ത ആരാണ്? ബീച്ച് സൈഡിലെ വലിയൊരു കല്ലേറ് മത്സരത്തിന് ശേഷം ഞങ്ങൾ എല്ലാവരും തിരിച്ച് വീട്ടിലെത്തി. ഹാളിനോട് ചേർന്ന് തന്നെ ചെറിയൊരു റൂം ഉണ്ടായിരുന്നു. ആ റൂം ഇൻഡോർ ഗെയിംസിന് വേണ്ടിയിട്ടായിരുന്നു. അവിടെ ടേബിൾ ടെന്നീസ്, ഡാർട്സ് ഒക്കെ ഉണ്ടായിരുന്നു. കുറച്ച് നേരം എല്ലാവരും കൂടെ ടേബിൾ ടെന്നീസും ഡാർട്സൊക്കെ കളിച്ച് ഡിന്നറിന് മുമ്പ് കുറച്ച് സമയം ഇവിടെ ചെലവഴിച്ചു. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വിശേഷങ്ങൾ. അങ്ങനെ ഈ ചെറിയ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഞങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ബായ്.